MAT 266 മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഫോർ സെക്യൂരിറ്റി സിസ്റ്റംസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ 2019 സ്കീമാണ്. സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്കാണ് ഈ സബ്ജക്റ്റ് വരുന്നത്. ഇനി നമ്മുടെ മാത്തമാറ്റിക്സിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുറേ പോർഷൻസ് ഇന്ന് മുന്നേ പല സബ്ജക്റ്റുകൾ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ടുള്ളൊരു സിലബസാണ് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് മോഡ്യൂളിലുള്ളത് ഓൾജിബ്രാക് സ്ട്രക്ചേഴ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് 2 ടോപ്പിക്കുകളാണ്, റിങ്സ് ആൻഡ് ഫീൽഡ്സ്. അപ്പോൾ റിങ് എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസും, പിന്നെ ഫീൽഡ് എന്താണ്. ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈനൈറ്റ് ഫീൽഡുണ്ട്, ഇൻഫൈനൈറ്റ് ഫീൽഡുണ്ട്. നമുക്ക് കൂടുതൽ ഫോക്കസ് വരുന്നത് ഫൈനൈറ്റ് ഫീൽഡിലായിരിക്കും. ഇനി ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫീൽഡാണ് ഗലോയ്സ് ഫീൽഡ് അല്ലെങ്കിൽ ഗാൽവ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ സബ് ഫീൽഡ്സ്, ഇതിനകത്തെല്ലാം തിയറംസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇതിനൊന്നും പ്രൂഫ് ആവശ്യമില്ല എന്നാണ് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലീനിയർ ഓൾജിബ്രയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു മൊഡ്യൂൾ ഫോക്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി വെക്ടർ സ്പേസിലേക്കാണ്. വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്ടേഴ്സ് നമുക്ക് എങ്ങനെ ലീനിയർലി കമ്പൈൻ ചെയ്യാം, സ്പാനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റോ സ്പേസ്, കോളം സ്പേസ്. ഇതുപോലെ വെക്ടേഴ്സ് ലീനിയർ ഡിപ്പെൻഡൻറ്റ് വെക്ടേഴ്സും ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സും ഉണ്ട്. അതിന് തമ്മിൽ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞ ടേം എന്താണ്, സബ് സ്പേസ് എന്താണ്, അതുപോലെ ഓർത്തോഗണാലിറ്റി, ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാമാണ് നമ്മളുടെ ലീനിയർ ഓൾജിബ്ര എന്ന മോഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് തേർഡ് മോഡ്യൂൾ, ദാറ്റ് ഈസ് നമ്പർ തിയറി. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് കുറേയൊക്കെ മുന്നേ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഡിവിസിബിലിറ്റി എന്ന പ്രോപ്പർട്ടി എന്താണ്, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ GCD എന്ന് പറഞ്ഞാൽ എന്താണ്, GCD വാല്യുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് ഈ യൂക്ലിഡിയൻ അൽഗോരിതം എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ എക്സ്റ്റൻഡ് വേർഷനാണ് എക്സ്റ്റൻഡ് യൂക്ലിഡിയൻ അൽഗോരിതം. പിന്നെ കോൺഗ്രുവൻസ് എന്താണ്. നെക്സ്റ്റ് നമ്മൾ കൂടുതൽ നമ്മുടെ ക്രിപ്റ്റോഗ്രഫിയിൽ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി സിസ്റ്റംസിൽ ഡീൽ ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് പ്രൈംസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ കേസിൽ പ്രൈംസ് എന്താണ്, അതിൻ്റെ കാർഡിനാലിറ്റി, എങ്ങനെ പ്രൈം നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ തിയറംസ് പഠിക്കുന്നുണ്ട്. യൂളേഴ്സ് തിയറം, ഫെർമാറ്റ് തിയറം. ഈ പ്രൈംസിനെ നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം. ഈ പറഞ്ഞ കമ്പോണൻസ് ആണ് മൊഡ്യൂൾ 3യിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് പ്രൈംസിനെ പറ്റിയാണ്. അപ്പോൾ ഈ പ്രൈംസ് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അതിന് വേണ്ടിയുള്ള പല മെത്തേഡ്സ്, പ്രൈമാലിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ട ടെസ്റ്റുകളാണ് ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഫെർമാറ്റ് ടെസ്റ്റ്, ഡിവിസിബിലിറ്റി ടെസ്റ്റ്, മില്ലർ റാബിൻ ടെസ്റ്റ്, പിന്നെ ഈ പറഞ്ഞ ടെസ്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള അനദർ കോമ്പിനേഷൻ മെത്തേഡ്. നെക്സ്റ്റ് ഈസ് ഫാക്ടറൈസേഷൻ. അപ്പോൾ അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിയറമാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്ന് പറയുന്നത്. ഈ ഫാക്ടറൈസേഷന് നമ്മൾ 3 മെത്തേഡ്സ് അല്ലെങ്കിൽ അൽഗോരിതംസ് ആണ് പഠിക്കുന്നത്. ഒന്ന് ഫെർമാറ്റ് മെത്തേഡ്, പൊള്ളാർഡ് മെത്തേഡ്, പൊള്ളാർഡ് റോ മെത്തേഡ്. പിന്നെ സിമിലർ ഒരേപോലുള്ള കോൺഫറൻസുകൾ വരുമ്പോൾ അല്ല ഒന്നിൽ കൂടുതലുള്ള കോൺഫറൻസുകൾ ഒരേപോലത്തെ വരുമ്പോൾ നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചൈനീസ് റിമൈൻഡർ തിയറം. പിന്നെ ക്വാഡ്രാറ്റിക് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് മോഡ്ലോ എ പ്രൈം അല്ലെങ്കിൽ മോഡ്ലോ എ കോമ്പോസിറ്റ്, രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്താണ്. പിന്നെ പ്രിമിറ്റീവ് റൂട്ട് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്, ഇതിനെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് നമ്പർ 3യുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ മൊഡ്യൂൾ 4 വരുന്നത്. ലാസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊഡ്യൂൾ 5 അല്ലെങ്കിൽ പ്രോബബിലിറ്റി തിയറി. പ്രോബബിലിറ്റിയുടെ ബേസിക്സ് ആണ് മെയിനായിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം മീൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. പിന്നെ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പഠിക്കുന്നത് അതിൽ ഫോക്കസ് ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മീൻ, വേരിയൻസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 2 ഇനിക്വാളിറ്റീസ് ഉണ്ട്, മാർക്കോവ് ഇനിക്വാളിറ്റി എന്താണ്, ഷെബിഷേവ് ഇനിക്വാളിറ്റി എന്താണ്, പിന്നെ എൻട്രോപ്പി. ഇത്രയും പോർഷൻസാണ് നമ്മുടെ ലാസ്റ്റ് മോഡലിലെ പ്രോബബിലിറ്റി തിയറിയിലുള്ളത്. കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള സിലബസാണ്. നമുക്കിതിൽ കുറേ പോർഷൻസ് നമുക്ക് ഈ ബറോസ് ഫുറോസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് കിട്ടും, ക്രിപ്റ്റോഗ്രഫി ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഇനി അതിൻ്റെ അകത്ത് ഈ ലാസ്റ്റ് മോഡ്യൂളും നമ്മൾ ഫസ്റ്റ് മോഡ്യൂളുള്ള പോർഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് ടെക്സ്റ്റും തേർഡ് ടെക്സ്റ്റും യൂസ് ചെയ്യുന്നത്.